നമുക്ക് തന്നെ എഴുതാം നമ്മുടെ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് എഴുതാം. എനിക്കത് കോടീശ്വരനാകണം. തീർച്ചയായും. ഞാൻ എങ്ങനെ മാറ്റാൻ കഴിയും? നമ്മൾ പ്രൊട്ടക്ഷൻ ഇടണം, നന്നായിട്ട് പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മുടേതല്ലാത്ത ഒരു ശബ്ദം, അതൊരു ഹയർ സെൽഫിൻ്റെ ശബ്ദമാണ് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ അല്ലാന്ന്. അതെങ്ങനെയാണ് ടാരോയിൽ ആ പ്രസന്റ് വർക്കൗട്ട് ചെയ്യുന്നത്? അപ്പോൾ ഈ ടാരോ കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തില്ലേ, അത് എങ്ങനെയാണൊരു ഇപ്പോൾ അവരിപ്പോൾ നേരത്തെ പറഞ്ഞ ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് വരുന്നത് തന്നെ, അല്ലെങ്കിൽ അവരടുത്ത് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഫ്യൂച്ചർ പറയണം, എൻ്റെ പാസ്റ്റ് പറയണം. ആദ്യമേ ഞാൻ എൻ്റെ പാസ്റ്റ് പറയണം, എന്നാൽ മാത്രമേ അവർ ആദ്യമേ വിശ്വസിക്കൂ. ഓക്കെ, ഇവർ ഓക്കെയാണ്, ഇവർക്ക് എൻ്റെ പാസ്റ്റ് മുഴുവൻ അറിയാം. ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും അവർ പിന്നീട് സംശയങ്ങൾ ചോദിക്കുന്നത്, ഇനി എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ടാരോ കാർഡ്സ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുമോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുമോ? ഒരിക്കലും ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല. നമ്മളൊരു ടൈം ലൈൻ ഒന്ന് കാണിക്കുകയുള്ളൂ. കാരണം നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചില റൂൾസ് ഉണ്ട് ടാരോയിൽ, നമ്മളിങ്ങനെ ലൈഫ് സ്പാൻ, പിന്നെ അല്ലെങ്കിൽ ഡെത്ത്, ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്തെന്ന്. ഒരിക്കലും പ്രെഡിക്ഷൻ അല്ല ടാരോ. അതൊരു ലൈറ്റ് കാണിക്കണുള്ളൂ, എങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളൊരു വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചർ ഒരിക്കലും ഫിക്സ്ഡ് അല്ല. നമ്മുടെ ഡിസിഷൻസ്, നമുക്ക് കിട്ടുന്ന ഹീലിംഗ്, നമ്മുടെ വൈബ്രേഷൻ, ഇതൊക്കെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചർ എല്ലാം ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും പറയും എല്ലാവരും. അതായത് ഓൾറെഡി ദൈവം വിധിച്ചിട്ടുണ്ട്, വിധിച്ചതേ കിട്ടൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെ, പക്ഷെ ചില പേജുകൾ വിട്ടിട്ടുണ്ടാകും ദൈവം, നിങ്ങൾക്ക് എഴുതാം, ഫ്രീ വിൽ. നിങ്ങൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മാറ്റാം, നമുക്ക് തന്നെ എഴുതാം നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് എഴുതാം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ അതിനല്ലേ പ്രായശ്ചിത്തം എന്നൊക്കെ പറയണത്. നമ്മൾ അമ്പലങ്ങളിൽ പോയി ഇത് കൊടുത്താൽ ഇത് മാറും, ഇത് വെച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ പാസ് കർമ്മ അനുസരിച്ച് ഇന്നത് വരാം എന്നുള്ളൊരു ഗൈഡ് ലൈനാണത്. പക്ഷെ നമുക്കതിൽ മാറ്റം വരുത്താൻ പറ്റും. നമ്മുടെ പ്രവൃത്തികളാണ്, നമുക്ക് കിട്ടുന്ന ഹീലിംഗ് ആണ്. നമ്മുടെ വൈബ്രേഷൻസ് മാറുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് മാറ്റാൻ പറ്റും. എനിക്കൊരു കോടീശ്വരനാകണമെങ്കിൽ ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ അല്ല അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കത് കോടീശ്വരനാകണം, ഞാൻ എങ്ങനെ മാറ്റാൻ കഴിയും? നമ്മുടെ മൈൻഡ് സെറ്റ്, നേരത്തെ നമ്മൾ മണി റേക്കിൽ സംസാരിച്ച പോലെ മൈൻഡ് സെറ്റാണ് ആദ്യം മാറ്റേണ്ടത്. മൈൻഡ് സെറ്റ് മാറ്റി കഴിയുമ്പോൾ നമ്മളിലേക്ക് എന്തെങ്കിലും ആ സ്കാസിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ബ്രേക്ക് ആവും. പിന്നെ എനർജി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ പ്രോസ്പെരിറ്റി മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് അവസരങ്ങൾ വരും, ഓപ്പർച്യൂണിറ്റീസ് വരും, നമുക്ക് പുതിയ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതായത് ആപ്റ്റായ ഡിസിഷൻ, ഇങ്ങനെ പോകണം. പിന്നെ അതുപോലെ ഐഡിയാസൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ പുതിയ അവസരങ്ങൾ വരും. അപ്പം നമുക്ക് അതിൽ കോടീശ്വരനാവാം. അപ്പോൾ ഈ ടാരോ വെച്ചിട്ട് നമുക്കത് കണ്ടെത്താൻ കഴിയുമോ? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കോടീശ്വരനാകണമെങ്കിൽ ഇന്ന വഴികൾ പോയി കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറല്ലേ കാണിക്കുന്നത്. ടാരോയിൽ ശരിക്കും പ്രസന്റ് കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ടാരോയിൽ ഫ്യൂച്ചർ കാണിക്കത്തില്ല, ഫ്യൂച്ചർ പ്രഡിക്ഷൻ ഇല്ല. നമുക്ക് അങ്ങനെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കോടീശ്വരൻ ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഗൈഡ് ലൈൻ, ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ എത്തും, ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ആ വഴിയിലെത്താം നമുക്ക് കൊടുക്കുന്നൊരു ഡയറക്ഷൻ, ഗൈഡൻസ് മാത്രമാണ്. അതെങ്ങനെയാണ് ടാരോയിൽ ആ പ്രസന്റ് വർക്കൗട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ വൈബ്രേഷൻ എന്താ, ഇപ്പോഴത്തെ വൈബ്രേഷൻ എന്തിരിക്കുന്നു, ക്ലയൻറ്റിൻ്റെ പ്രസൻറ്റ് വൈബ്രേഷൻ, കറൻറ്റ് സിറ്റുവേഷൻ, അതിനനുസരിച്ച് നമ്മൾ ടാരോ റീഡ് ചെയ്യുന്നത്. നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ മിററാണത്. നമ്മുടെ സബ് കോൺഷ്യസിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഇപ്പോഴും നമ്മൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനർജി ബേസ് ചെയ്താണോ ഈ ടാരോ എന്ന് പറയുന്നത്? അതെ അതെ. അതിൽ ടാരോയിൽ എങ്ങനെയാണ് എനർജി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്? എനർജി പറയുമ്പോൾ നമുക്കൊരു ഇൻഡ്യൂഷൻ വരുന്നുണ്ടല്ലോ, ഇൻഡ്യൂഷൻ വെച്ചിട്ടാണ്. കാർഡ്സിനാണോ എനർജി ഉള്ളത് അതോ അത് കാർഡ്സിന് നമ്മൾ എനർജൈസ് ചെയ്യും. കാർഡ്സിന് ഒരു എനർജി ഉണ്ട്. പിന്നെ നമ്മളതിൽ എനർജൈസ് ചെയ്യും കാർഡിനെ. കൂടാതെ നമ്മളത് റീഡ് ചെയ്യുമ്പം, നമ്മൾ ഷഫിൾ ചെയ്യുമ്പം അത് എനർജൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ആ ഇത് റീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ഇൻഡ്യൂഷൻ കിട്ടും. ആ ഇൻഡ്യൂഷൻ വെച്ച് കാർഡിൻ്റെ മീനിങ് ഫിക്സ്ഡ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഫിക്സ്ഡ് മീനിങ് ഇല്ല. കാർഡിൻ്റെ അർത്ഥങ്ങൾ മാറാം. ഫിക്സ്ഡ് നമുക്ക് ഒരു മാനുവലിലൊരു അർത്ഥമൊക്കെ തരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവയർനെസ്സിന് വേണ്ടി തരുന്നതാണ്. പക്ഷേ നമ്മുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് നമുക്ക് ആ ചിത്രങ്ങൾ നോക്കിയിട്ട് നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. നമ്മളൊരു 10 പേരെടുത്ത് പോവുകയാണെന്ന് വെച്ചു, ഏകദേശം ഒരേ സമയം തന്നെ ഒരു മണിക്കൂർ ഗ്യാപ്പിട്ട് ഒരു 10 പേരെടുത്തേക്ക് പോവുകയാണെന്ന് വെച്ചു ഒരു ദിവസം തന്നെ. അപ്പോൾ 10 പേരും 10 രീതിയിലായിരിക്കും പറയുന്നത് ടാരോയില്. അതെ അതെ. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കത്തില്ല അയാളുടെ മെന്റൽ സ്റ്റേറ്റ്. സിറ്റുവേഷൻ മാറുന്നുണ്ടല്ലോ.
വൈബ്രേഷൻ മാറിക്കൊണ്ടിരിക്കുമല്ലോ ആളുടെ ഉള്ളിലുള്ള. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് ആളുടെ മനസ്സിൽ ചിന്തകൾ മാറുമ്പോൾ തന്നെ, ഇപ്പം നേരത്തെ രാവിലെ പോയത് പോലെ ആയിരിക്കില്ല ഉച്ചയാകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ കാർഡിൻ്റെ അർത്ഥം മാറും, സിറ്റുവേഷൻ മാറും. ചോദ്യങ്ങൾ മാറ്റി ചോദിക്കുമ്പം, ഈ ചോദ്യം ആൾ വേറൊരു ചോദ്യം അതിൽ ചോദിക്കുമ്പോഴും എല്ലാം ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പം എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളതാണ് ടാരോ നമുക്ക് കാണിച്ചു തരുന്നത്, പ്രഡിക്ഷൻ അല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഈ ആകാശിക കോഡ്സ് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? അപ്പം ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകളല്ലേ, ഇപ്പം ടാരോ ആണെങ്കിലും ആകാശിക് റെക്കോർഡ് ആണെങ്കിലും. ഈ ആകാശിക് റെക്കോർഡ് നമുക്ക് ഈ നമ്മുടെ ഫ്യൂച്ചർ കണ്ടെത്തിക്കൂടെ? ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത്, ടാരോ നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വൈബ്രേഷനാണ് പറയുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്. ആകാശിക് റെക്കോർഡ് ആകുമ്പം എന്തുകൊണ്ടാണത് സംഭവിച്ചത്, വൈ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ സോളിൻ്റെ ജേണീനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ എനർജറ്റിക്കലി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ലൈബ്രറിയാണ് ആകാശിക് റെക്കോർഡ്. അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ വന്നിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എനിക്കൊന്നു പല ലെവലുകൾ ആകാശ റെക്കോർഡ്സ് പോകുമ്പോഴുള്ള പല ലെവലുകളെ പറ്റി പറയാറുണ്ട്. ചില ലെവലിൽ പോയി കഴിഞ്ഞാൽ നിഗൂഢമായ സ്ഥലങ്ങളാണ്, സർപ്പങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ പലപ്പോഴും ആകാശ റെക്കോർഡ്സിനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആകാശ റെക്കോർഡ് വർക്ക് ചെയ്യുന്നത്? ആകാശിക് റെക്കോർഡ് നമ്മളിപ്പോൾ പറയുമ്പം നമ്മൾ ജസ്റ്റ് അവിടെ എത്തുന്നു. ആകാശ റെക്കോർഡ് നമ്മൾ പെർമിഷനൊക്കെ എടുത്തിട്ട് പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകണം. നമ്മൾ ആ മറ്റേ ലെവലിനെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് പോകേണ്ടത് നമ്മൾ ആ കറക്റ്റായ ഇൻറ്റൻഷൻ വെച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ആർക്കേഞ്ചൽസിനോടൊക്കെ പെർമിഷൻ വാങ്ങി നമ്മൾ അവിടെ പോകുന്നു. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ ഇൻറ്റൻഷനൊക്കെ വെക്കിട്ടു പറയണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ബുക്ക് കൊണ്ട് തരുന്നു, റെക്കോർഡ് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുന്നു, നമ്മളത് റീഡ് ചെയ്യുന്നു. അത്രയും നമ്മൾ ചെയ്താൽ മതി. നമ്മളിങ്ങനെ മറ്റേ എനിക്ക് തോന്നുന്നു മറ്റേത് പറഞ്ഞത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള അതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചതെന്നല്ലേ. അപ്പോൾ നമ്മൾ റീഡിങ്ങിൽ അതുമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ആ 5 ലെവൽസ് മറ്റേ ലെവൽസിലേക്കൊന്നും നമ്മൾ പോകണില്ല. നമ്മൾ ജസ്റ്റ് ഈ റീഡിങ്ങിന് പോകുമ്പോൾ നമ്മൾ അത് പോകണം. അവിടെ നമുക്ക് ഹീലിങ്ങും കിട്ടുന്നുണ്ട്. നമുക്ക് ഹീലിംഗ് വേണമെങ്കിൽ ഹീലിംഗ് എടുക്കാം. നമുക്ക് എനർജി പെട്ടെന്ന് ഷിഫ്റ്റാവും. നമ്മൾ ആ ആകാശിക് റെക്കോർഡിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ എനർജി പെട്ടെന്ന് ഷിഫ്റ്റാവുന്നത് നമുക്കറിയാം. അങ്ങനെ ഷിഫ്റ്റായി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഹീലിംഗ് കിട്ടും. നമ്മൾ റേക്കിയിലൊക്കെ കയ്യിൽ എനർജി വരുന്നത് പോലെ നമുക്ക് ആകാശിക് റെക്കോർഡിൽ പോയിട്ട് ഹീലിംഗ് എടുക്കാം. കയ്യിൽ എനർജിയൊക്കെ വരും. നമുക്ക് നല്ലൊരു ഹീലിംഗ് കിട്ടിയൊരു അനുഭവം ഉണ്ടാവും. എന്നിട്ട് ജസ്റ്റ് റീഡിങ്ങിന് അല്ലെങ്കിൽ ജസ്റ്റ് തിരിച്ച് വരാം ഹീലിംഗ് എടുത്തിട്ട്. കൂടുതൽ ആളുകൾ എന്തിനായിരിക്കും റീഡ് ചെയ്യുന്നത് ആകാശ് റെക്കോർഡ്? റീഡ് ചെയ്യുന്നത് മാമിൻ്റെ അടുത്തേക്ക് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, അവർ എന്തായിരിക്കും ആകാശ് റെക്കോർഡിൽ കൂടുതൽ റീഡ് ചെയ്യുന്നത്? ശരിക്കും കർമ്മ പാറ്റേൺസ് ആണ് കൂടുതൽ. എന്താണ് ഈ ഇപ്പം ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ, എന്തുകൊണ്ടാണത്, പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചിട്ടാണ് പലർക്കും അറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സഫർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്, അതിൻ്റെ കണക്ഷൻ പൂർവ്വജന്മത്തിലുണ്ടോ, അതാണ് പലർക്കും അറിയേണ്ടത്. അപ്പം അതിൽ നോക്കിയാൽ നമുക്ക് കാണാം എന്താണ്. എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല, നമുക്കതിന് സമയമായിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ചിലപ്പോഴൊന്നും നമുക്ക് ആ ബുക്ക് ശരിക്കുള്ള ഒരു ആൻസർ തന്നോളണമെന്നില്ല. ആൻസർ തരാത്തതല്ല, അത് ഓപ്പൺ അപ്പ് ആവില്ല നമുക്ക് സമയമായിട്ടില്ലെങ്കിൽ. ഞാൻ ഇപ്പം എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ജീവിതത്തിൽ. അപ്പം എൻ്റെ ആ പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ മാമിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാം ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ആദ്യം ഫുൾ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും. അത് എടുത്തിട്ട് നമ്മൾ ആകാശ് റെക്കോർഡിൽ കയറിയിട്ട് അവിടെ ഇത് ആകാശ് റെക്കോർഡ് കയറുക എന്ന് പറയുന്നത് നമ്മൾ ആ തലത്തിലേക്ക് പോവുകയാണോ? മെഡിറ്റേഷൻ, നമുക്ക് ഒരു മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും നമ്മുടെ ഡിവൈനോടും ആർക്കേഞ്ചൽസിനോടൊക്കെ പെർമിഷൻ ചോദിച്ച് നമ്മൾ പ്രൊട്ടക്ഷൻ ഇടണം. നന്നായിട്ട് പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ എത്തി. നമുക്ക് ആ ഒരു നമ്മൾ എനർജി ഷിഫ്റ്റ് ആയതറിയാം. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ബുക്ക് വേണമെന്ന് പറയുന്നു, ബുക്ക് വരുന്നു. അപ്പം നമുക്ക് വേണ്ട ചോദിക്കേണ്ട ചോദ്യം ചോദിക്കാം. അപ്പം അതിൽ പല രൂപത്തിലാണ്. ചിലർക്ക് ആൻസർ അതിൽ എഴുതിയിട്ടുണ്ടാവും, ചിലവർക്ക് വോയിസ് ആയിട്ട് കേൾക്കാം, ഇമേജസ് ഉണ്ടാവും, വിഷ്വൽസ് ഉണ്ടാവും. വിഷ്വൽസ് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കണം എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അല്ലെങ്കിൽ വോയിസ് ആണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പമായി. ഇന്നത് വോയിസ്, എനിക്ക് പലപ്പോഴും വോയിസ് കേൾക്കാറുണ്ട്. ചിലപ്പോൾ ബുക്ക് ഇങ്ങനെ നമ്മുടെ ചെവിയിൽ പറയും, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു ഇൻഡ്യൂഷൻ അല്ല, നമുക്കിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ശബ്ദം, നമ്മുടേതല്ലാത്ത ഒരു ശബ്ദം, അതൊരു ഹയർ സെൽഫിൻ്റെ ശബ്ദമാണ് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ അല്ലാന്ന്. ചിലപ്പോൾ പെണ്ണെടുത്ത് ഇങ്ങനെ ഇരുന്ന
കണ്ണടച്ചിരുന്നാൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് അതിൽ കിട്ടിയിട്ടുണ്ടാകും. ഒരു പോയിന്റ് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ സ്പീഡിൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ പറഞ്ഞ കിട്ടിയത് ഞാൻ എഴുതി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഞാൻ എഴുതുന്നത്, പക്ഷെ അത് എഴുതിക്കുന്നത് നമ്മളെ കൊണ്ട് ആരോ എഴുതിക്കുന്നത് പോലെ നമുക്കത് കിട്ടും. അത് എപ്പോഴും കിട്ടില്ല. ചില ആളുകൾ, ചില ക്ലയൻറ്റ്സ് വരുമ്പോൾ അത് നമ്മൾ ഒരു വാക്ക് ഇങ്ങനെ കിട്ടി നമ്മൾ എഴുതി കഴിയുമ്പോഴേക്കും ബാക്കി പ്രശ്നം. അപ്പോൾ അവരോട് ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവർക്കത് കറക്റ്റായിരിക്കും. അതൊരു ഗൈഡൻസ്. ഈ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ അവരിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ഒരു പരിധി വരെയൊക്കെ നമുക്ക് പറ്റും. അതായത് കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല, അത്രയ്ക്ക് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ചെയ്യുവാൻ പറ്റുന്നവരുണ്ടാവുമായിരിക്കും ഇനിയും കുറച്ചും കൂടിയൊക്കെ സൊല്യൂഷൻസ് ഒക്കെ. അഡ്വാൻസ് ലെവലിൽ ഞാനും കുറച്ചും കൂടി അഡ്വാൻസ് പഠിക്കാനിരിക്കുന്നുള്ളൂ. ആകാശിക്കിൻ്റെ റെക്കോർഡ് ഹയർ ലെവലിലേക്ക് പോയിട്ടില്ല, ബേസിക് ലെവലുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മാം വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ലാംബഫർ. എന്താണ് ഈ ലാംബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇതുവരെ ഞാൻ ആ ടേം കേട്ടിട്ടില്ല. അത് ടിബറ്റൻ ബുദ്ധ ലീനേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ്. ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ്. ടിബറ്റിലെ ലാമാസാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ഈ മെയിൻലി ബ്ലോക്സ് മാറ്റാൻ, സ്പേസ് ക്ലിയർ ചെയ്യാൻ, നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, നെഗറ്റീവ് എനർജീനെ മാറ്റാനാണ്. കഠിനമായ നെഗറ്റീവ് എനർജി എന്ന് പറയാം, ചെറിയതല്ല. കുറച്ച് നമ്മളിങ്ങനെ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയില്ലേ, പിന്നെ ഈവിളായി അങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ. അതായത് അതിൻ്റെ എനർജിക്ക് ഫ്രീക്വൻസി കുറച്ച് ഹൈ ഒരു ഫയർ എനർജി എന്നൊക്കെ പറയില്ലേ, കുറച്ച് ശക്തി കൂടിയ എനർജിയാണത്. ഇങ്ങനെയുള്ള ഹീലിങ്ങിനൊക്കെയാണ്. എല്ലാതരം ഹീലിങ്ങും ചെയ്യാം. ലാമഫറ നമ്മൾ റേക്കി പോലെ തന്നെ ഏത് ഹീലിങ്ങിനും എടുക്കാം. പക്ഷെ മെയിൻലി ഇങ്ങനത്തെ സംഭവം. ലാമഫറ എവിടെ നിന്നാണ് പഠിച്ചത്? കാരണം ഞാൻ എങ്ങും കേട്ടിട്ടില്ല. കൂടുതലും റേക്കി, മണി റേക്കി, ആകാശ റെക്കോർഡാണെങ്കിലും എല്ലായിടത്തും കേട്ടിട്ട് ഒരുപാട് പേര് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ലാമഫറ ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. അത് എവിടെ നിന്നാണ് പഠിച്ചത്? അത് പാലക്കാട് നിന്ന്, ഗുരു പാലക്കാട് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹം വേറെ എവിടെ പോയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കണം. ടിബറ്റിലാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഉണ്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഈ ലാംബഫർ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഷിഫ്റ്റ് ചെയ്യുന്നത്? എനർജി അത് കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടി ശക്തമായ എനർജിയാണ്. നമ്മൾ ഹീലിംഗ് കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മളങ്ങനെ കണ്ടിന്യൂസ്, ഇപ്പം റേക്കിയൊക്കെ ആണെങ്കിൽ നമ്മൾ 17 days ഹീലിംഗ്, ഞാൻ ഫസ്റ്റ് എടുത്ത 21 days ഹീലിംഗ് പറഞ്ഞിരുന്നല്ലോ ആദ്യത്തിൽ. ഇത് അങ്ങനെ നമ്മൾ 17 days ഹീലിങ്സ് ഒക്കെ എടുക്കും ഓരോരുത്തർ. പക്ഷെ നമുക്ക് ലാമഫർ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. 2 days കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് വിടും കുറച്ച് ദിവസം. അപ്പോൾ ഒരു 7 days ഒക്കെ ഹീലിംഗ് എടുക്കുന്നവരാണെങ്കിൽ 2 days ലാമഫർ കൊടുത്തിട്ട് 2 ദിവസം റേക്കി കൊടുക്കും. അപ്പം ഈ നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറ്റാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധനെ വിളിക്കുകയാണ്. ബുദ്ധനെ വിളിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിലിരുത്തും. എന്നിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. മാനസിക പൂജ എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുമായിട്ടൊരു നല്ലൊരു ബന്ധം നമുക്ക് ആ ഒരു എനർജി ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മറ്റൊരാളെ ഹീൽ ചെയ്യുകയാണെങ്കിൽ ആ ആളിനെ നമ്മൾ മുമ്പിൽ സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡോളായിട്ട് സങ്കല്പിക്കുന്നു. എന്നിട്ട് ആ ആളുടെ ഹാർട്ടിലേക്കും ബുദ്ധനെ വിളിച്ചിരുത്തുന്നു. അവിടെയും വന്ന് ഇരിക്കണം എന്ന് പറയും. എന്നിട്ട് പിന്നെ ഹീലിംഗ് നടത്തുന്നത് ബുദ്ധയാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഹീലിംഗ് പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. എനർജി ഷിഫ്റ്റ് പെട്ടെന്ന് നടക്കും. ഹീലിംഗ് ടൈം കുറച്ച് മതി. പിന്നെ റിസൾട്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഉണ്ടാവും എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? ഈ ലാംബഫറ സെയിം റേക്കി പോലെ തന്നെയാണ്. അറ്റ്യൂൺമെൻറ്റ് പ്രോസസ്സ് ഉണ്ട്, ഇതിനും സിമ്പിൾസ് ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാം. 21 days പ്രാക്ടീസ് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും പ്രാക്ടീസ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? റേക്കി പോലെ തന്നെയാണോ? അല്ല, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലപ്പോഴും ചിലതൊക്കെ നമ്മളിപ്പോൾ ഒരിടത്ത് മെഡിറ്റേറ്റ് ചെയ്തിരുന്ന് അങ്ങനെ കുറേ നാൾ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ റേക്കി പോലെ തന്നെയാണ്. നമ്മൾ അറ്റ്യൂൺമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റേക്കി പോലെ കുറച്ച് ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ അറ്റ്യൂൺമെൻറ്റ് സമയത്ത് സിമ്പിൾസ്, ഇതിനും സിമ്പിൾസ് ഉണ്ട്. ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനിൽ നിൽക്കുന്ന സിമ്പിൾസാണ്. ആ സിമ്പിൾസിനെ മാസ്റ്റർ നമ്മുടെ ഓറയിലേക്ക് ആങ്കർ ചെയ്തിരിക്കും. അതുകൊണ്ട് റേക്കി പോലെ നമുക്ക് ഹാൻഡ് ഡ്രോ ചെയ്യേണ്ട. നമ്മൾ റേക്കിയിൽ കൈകൊണ്ട് വരയ്ക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വിഷ്വലൈസേഷൻ മാത്രം മതിയാവും. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു അതിൻ്റെ ഓരോ സിമ്പിൾസും ഓരോ ചക്രകളിലും
പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് ടൂൾസ് ഉണ്ട്. റേക്കി പോലെയല്ല, കൈ കൊണ്ട് മാത്രം. റേക്കിക്ക് വേറെ ടൂൾസ് ആവശ്യമില്ല, കൈ മതി. ലാമഫറയ്ക്ക് അങ്ങനെയല്ല, ഒരു കിറ്റ് ഉണ്ട്, ടൂൾ കിറ്റ് ഉണ്ട്. അതിൽ കുറച്ച് ഈ ബോധി സീഡ് കൊണ്ടുള്ള മാല, പിന്നെ ഒരു എനർജി വോണ്ടൊക്കെ ഉണ്ട്. ആ വോണ്ട് കൊണ്ടൊക്കെയാണ് നമ്മൾ ഹീലിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പം പിന്നെ പ്രൊട്ടക്ഷനായിട്ടൊരു ഗൗൺ, മെറൂൺ കളർ ബ്രൗൺ, അത് ഈ ടിബറ്റൻസ് ലാമൻ്റെ ബുദ്ധാസിൻ്റെ ഇത് ലീനേജ് പ്രകാരം ആ ഗൗണ് അവർക്ക് പ്രൊട്ടക്ഷൻ, ഓറ പ്രൊട്ടക്ഷൻ, ഓറ ഷീൽഡായിട്ട് പ്രവർത്തിക്കുന്നു, ഗ്രൗണ്ടിങ്ങിന് സഹായിക്കുന്നു. പിന്നെ വെള്ളം, വാട്ടർ എനർജൈസ് ചെയ്തിട്ട് റൂമിലൊക്കെ സ്പ്രിങ്കിൾ ചെയ്യും. ഇതൊക്കെയാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് വെച്ച് നമ്മുടെ ഓറ ശക്തമാക്കാൻ കഴിയുമോ ഈ ലിംഫറേജ്? ഓറ ശക്തമാക്കി ഇത് ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് ഹീലറാണ് പ്രൊട്ടക്റ്റഡ് ആവുന്നത്. നമ്മൾ മറ്റൊരാൾക്ക് ഹീലിംഗ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട പ്രൊട്ടക്ഷനാണിത്. അത് കഴിഞ്ഞിട്ടാണ് ഹീലറിനെ നമ്മൾ സ്ഥലത്തേക്ക് എടുത്തിട്ട് ഹീൽ ചെയ്യുന്നത്. അത് ഹീലിംഗ് ചെയ്യുന്നത് ബുദ്ധയാണെങ്കിലും നമുക്ക് കുറച്ച് പ്രാക്ടീസുകളുണ്ട്, കുറച്ച് മന്ത്രാസൊക്കെ ചൊല്ലാനുണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് ആൾക്ക് നല്ല ഷിഫ്റ്റ് വന്നിട്ടുണ്ടാകും. ഇത് ഒരാൾ പഠിക്കാൻ ചെല്ലുകയാണെങ്കിൽ അയാൾ ഒറ്റ ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയുമോ? ഒരു ദിവസം അറ്റോൺമെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസം അറ്റോൺമെന്റ് ഉണ്ടാകും. ക്ലാസ് ഒരു 2-3 ദിവസം ഉണ്ടാകും. ക്ലാസ്സിൽ എന്തൊക്കെയാണ് കൂടുതലും പഠിപ്പിക്കുന്നത്? ക്ലാസ്സിൽ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ പ്രൊട്ടക്ഷൻ എടുക്കണം, ഓരോ സിമ്പിൾസിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ മന്ത്രാസ് അതിനെങ്ങനെ എനർജൈസ് ചെയ്യേണ്ടത്, നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ എങ്ങനെ എടുക്കണം. പിന്നെ അതിൻ്റെ സിമ്പിൾസ് ഭയങ്കര പവർഫുള്ളാണ്. അത് വരച്ചിട്ട് അതിൻ്റെ ആഷ് കത്തിച്ച് ആഷാക്കിയെടുത്ത് ആ ആഷ് പോലും പവർഫുള്ളാണ്. നമ്മളാ തീരെ സുഖമില്ലാത്തവർക്ക് അതിൻ്റെ ആഷൊക്കെ കൊടുക്കും. അതാണ് ഈ നമ്മൾ ഈ ബുദ്ധ സന്യാസിമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശ്രമങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് കുറേ അക്ഷരങ്ങൾ എഴുതിയിട്ടേക്കുന്ന പേപ്പറുകൾ കാണാൻ കഴിയുന്നത്. ലാമഫറ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ അതായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല ഇത് പറഞ്ഞത്. അല്ല, നമ്മളിപ്പോൾ കാശ്മീരൊക്കെ പോകുമ്പോഴാണെങ്കിലും ചില വണ്ടികളുടെ ഒക്കെ ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഇങ്ങനെ എഴുതിയിട്ടില്ലേ? പക്ഷെ സിമ്പിൾസ് ആയിരിക്കില്ല, കാരണം സിമ്പിൾസ് അങ്ങനെ സീക്രട്ടാണ് സിമ്പിൾസ്. അതാർക്കും പഠിക്കാത്തവർക്ക് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കില്ല. അത് പഠിച്ചാലേ ഉള്ളൂ സിമ്പിൾസ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അപ്പോഴേ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പൊതുവഴിയിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതായിരിക്കും, അത് സിമ്പിൾസ് ആയിരിക്കില്ല.